ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങിയ നിങ്ങളുടെ ജീവനായ കാറിന്റെയോ ബൈക്കിന്റെയോ എഞ്ചിൻ പെട്രോൾ പമ്പിൽ നിന്നും നമ്മൾ അടിക്കുന്ന ഒരു പ്രത്യേക ഇന്ധനം കാരണം പതുക്കെ പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണോ? സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വാർത്ത അതുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ തകരും, മൈലേജ് പകുതിയാകും, കാശ് വെറുതെ പോവും. ഇതിനെല്ലാം പിന്നിൽ വൻ സാമ്പത്തിക ലോബികളുടെ കള്ളക്കളിയാണ്. അതോ ഇതിന് പിന്നിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മാസ്റ്റർ പ്ലാൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? അടുത്ത ചില മിനിറ്റുകളിൽ നിങ്ങളുടെ വാഹനത്തിന്റെ ആയുസ് നിർണ്ണയിക്കുന്നവയാണ്. ഇതിന് പിന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഒടുവിൽ പുറത്തു വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പെട്രോൾ പമ്പുകളിൽ ചെന്ന് അടിക്കുന്ന ഇന്ധനം വെറും പെട്രോൾ മാത്രമല്ല, അതിലേക്ക് നിശബ്ദമായി ഒരു പുതിയ വില്ലൻ അല്ലെങ്കിൽ ഒരു പുതിയ നായകൻ കടന്നു വരികയാണ്. അതിന്റെ പേരാണ് E20, അതായത് 20% എത്തനോൾ കലർത്തിയ പെട്രോൾ. പലരുടെയും ഉള്ളിൽ അപ്പോൾ ഭയത്തിന്റെ ഒരു കനലുകൾ എരിയുന്നുണ്ട്. എൻ്റെ വണ്ടിക്ക് ഇത് പണി തരുമോ? ഈ ചോദ്യം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ കത്തുന്നുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ എത്തനോള് നിങ്ങളുടെ എഞ്ചിനെ നേരിട്ട് ചെന്ന് നശിപ്പിക്കുന്ന ഒന്നല്ല. അങ്ങനെയെങ്കിൽ അമേരിക്കയും ബ്രസീലും പോലെയുള്ള വൻ രാജ്യങ്ങൾ വർഷങ്ങളെ ഈ E20യും അതിനേക്കാൾ മുകളിലുള്ള E85 ഒക്കെ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ പിന്നെ എന്തിനാണ് ഈ ഭയപ്പെടുത്തുന്ന പ്രചാരണങ്ങൾ? ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ അജണ്ടകളും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തവരുടെ പൊള്ളയായ വാദങ്ങളുണ്ട്. ഈ സിനിമയിലെ വലിയ മാസ് ഡയലോഗുകളൊക്കെ പോലെ അതൊക്കെ കേട്ട് ചില അസംബന്ധങ്ങളൊക്കെ കേട്ട് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. യാഥാർത്ഥ്യം നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ വലുതാണ്. ഈ കഥ വെറും ഒരു പെട്രോളിന്റെ കഥയല്ല, ഇത് ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരത്തിന്റെ കഥയാണ്. നമുക്കൊരു ഞെട്ടിക്കുന്ന കണക്കാദ്യം പരിശോധിക്കാം. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ, അതായത് അസംസ്കൃത എണ്ണയുടെ ഏകദേശം 85% നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ വണ്ടിയിൽ അടിക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിന്റെയും പണം പോകുന്നത് അറബ് രാജ്യങ്ങളിലേക്കും മറ്റു വിദേശ ശക്തികളിലേക്കുമാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇന്ത്യൻ പണം അഥവാ നമ്മുടെ വിദേശ നാണ്യ ശേഖരം ഫോറക്സ് റിസർവ് ഓരോ വർഷവും ഒലിച്ചു പോകുന്നു. ഇവിടെയാണ് ഇന്ത്യ ഒരു തന്ത്രപരമായ നീക്കം നടത്തിയത്. 2014 ഇന്ത്യയിലെ പെട്രോളിൽ വെറും 1.5% മാത്രമായിരുന്നു എഥനോൾ കലർത്തിയിരുന്നത്. എന്നാൽ ഇത് നമ്മൾ നിൽക്കുന്ന, അതായത് ഈ കാലഘട്ടത്തിലേക്ക് 20% എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതുകൊണ്ട് രാജ്യത്തിന് എന്ത് ലാഭം ഉണ്ടായെന്ന് ചോദിച്ചാൽ, പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ട ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ കേട്ടാൽ നിങ്ങളൊന്ന് ഞെട്ടും. 1.70 ലക്ഷം കോടി രൂപ, അതെ 1.5 ലക്ഷത്തിലധികം കോടി രൂപയുടെ വിദേശ നാണ്യമാണ് ഇന്ത്യ ഇതിലൂടെ മാത്രം രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ പിടിച്ചു വെച്ചത്. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യേണ്ടിയിരുന്ന 180 ലക്ഷത്തിലധികം മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ നമ്മൾ ഈ എത്തനോൾ കൊണ്ട് പകരം വെച്ചു. അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുമായിരുന്ന 736 ലക്ഷം മെട്രിക് ടൺ കാർബൺ ഡയോക്സൈഡ് മലിനീകരണമാണ് നമ്മൾ ഇല്ലാതാക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുമ്പ് അറബികൾക്കും വിദേശ രാജ്യങ്ങൾക്കും എണ്ണ വാങ്ങാൻ നൽകിയിരുന്ന ആ 40,000 കോടിയിലധികം രൂപ ഇന്ന് ഇന്ത്യയുടെ മണ്ണിൽ തന്നെയുണ്ട്. ഈ പണം കൊണ്ട് ഇന്ത്യയിൽ എത്ര പുതിയ ദേശീയപാതകൾ നിർമ്മിക്കാം, എത്ര പുതിയ അത്യാധുനിക മെഡിക്കൽ കോളേജുകൾ തുടങ്ങാം, പ്രതിരോധ മേഖലയിലും ഇന്ത്യൻ റെയിൽവേയിലും എത്ര വലിയ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാം. വിദേശത്തേക്ക് ഒഴുകിപ്പോകേണ്ടിയിരുന്ന പണം ഇന്ന് ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഊട്ടി വളർത്തുകയാണ്. ഇതിനിടയിൽ മറ്റൊരു വൻ വിവാദം കൂടി പുകയുന്നുണ്ട്. ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യരുടെ കഞ്ഞിയിൽ പാട്ടിയിട്ടുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ കരിച്ചു കളഞ്ഞ ഇന്ധനം ഉണ്ടാക്കുന്നു. കേൾക്കുമ്പോൾ വലിയ സഹതാപം തോന്നും അല്ലേ? എന്നാൽ ഇതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കള്ളപ്രചാരണം. സത്യം എന്താണെന്ന് അറിയാമോ? ഇന്ത്യ ഇന്ന് ധാന്യങ്ങളുടെ കാര്യത്തിൽ ഒരു മിച്ച ഉൽപാദന രാജ്യമാണ്. അതായത് എക്സസ് പ്രൊഡക്റ്റ്. നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന അരിയും ഗോതമ്പും മക്കച്ചോളവും ഒക്കെ നമ്മുടെ ആവശ്യത്തിലും മുകളിലാണ്. FCI ഗോഡൌണുകളിൽ ടൺ കണക്കിന് അരിയും മറ്റ് ധാന്യങ്ങളും കേടുവന്ന് നശിച്ചു പോകുന്ന വാർത്തകളൊക്കെ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ കേടുവരുന്ന ധാന്യങ്ങൾ, കേടായ അരി, മക്കച്ചോളം, കരിമ്പിൽ നിന്നൊക്കെ പഞ്ചസാര എടുത്തതിന് ശേഷം വരുന്ന ആ വേസ്റ്റ്, ഇതിൽ നിന്നാണ് ഈ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആരും നിങ്ങളുടെ പ്ലേറ്റിലിരിക്കുന്ന ചോറെടുത്ത് വണ്ടിയിൽ പെട്രോൾ ഉണ്ടാക്കുന്നില്ല. മറിച്ച് പാഴായി പോകുന്ന ഒരു വസ്തുവിന് കർഷകന് പണം നൽകി അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ഇന്ത്യൻ കർഷകരുടെ കൈകളിലേക്ക് എത്തിയത് എത്ര രൂപയാണെന്നറിയോ? 1.25 ലക്ഷം കോടി രൂപയോളം അധിക വരുമാനം. ഇന്ത്യയിൽ കർഷകന്റെ വിയർപ്പിന് വിദേശ ഡോളറിനേക്കാൾ വില നൽകുന്ന പദ്ധതിയാണിത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഒരു വാഹന ഉടമ എന്ന നിലയിൽ നിങ്ങളുടെ വണ്ടിക്ക് ഇത് സുരക്ഷിതമാണോ എന്ന്. നിങ്ങൾ 2023 ഏപ്രിലിന് ശേഷമാണ് വണ്ടി വാങ്ങിയത് എങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയിരിക്കാം. കാരണം ഇന്ത്യയിൽ ഇറങ്ങുന്ന പുതിയ എല്ലാ വാഹനങ്ങളും BS6 ഫേസ് 2 മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ളതാണ്. ഈ എഞ്ചിനുകൾ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ E20 പെട്രോൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ തക്ക വിധത്തിലാണ്. പക്ഷെ നിങ്ങളുടെ വണ്ടി പഴയൊരു BS4 വാഹനമാണെങ്കിലോ? ഇവിടെയാണ് നമ്മൾ ചില സാങ്കേതിക സത്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്തനോളിന്റെ ഒരു പ്രത്യേക സ്വഭാവം, അത് അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ വേഗത്തിൽ വലിച്ചെടുക്കും എന്നതാണ്.
അതുകൊണ്ട് നിങ്ങളുടെ പഴയ വാഹനം മാസങ്ങളോളം അനക്കാതെ ഇട്ടാൽ ടാങ്കിനുള്ളിൽ വെള്ളത്തിന്റെ അംശം കൂടാനും സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുപോലെ പഴയ വാഹനങ്ങളിലെ ചില റബ്ബർ ഹോസുകൾ, സീലുകൾ, ഗ്യാസ്കറ്റുകൾ എന്നിവയെല്ലാം കാലക്രമേണ എത്തനോളിന്റെ സാന്നിധ്യത്തിൽ ദ്രവിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ അർത്ഥം എഞ്ചിൻ പൊട്ടിത്തെറിക്കും എന്നല്ല, മറിച്ച് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഈ ചെറിയ റബ്ബർ ഭാഗങ്ങൾ എത്തനോൾ കമ്പാറ്റബിൾ ആയ പുതിയ ഭാഗങ്ങളിലേക്ക് മാറ്റിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനി ഇതിലും വലിയൊരു ചോദ്യം വരുന്നുണ്ട്. മൈലേജ്, എത്തനോളിന്റെ ഊർജ്ജ സാധ്യത പെട്രോളിനേക്കാൾ കുറവായതുകൊണ്ട് 1% മുതൽ 4% വരെ മൈലേജ് കുറവ് അനുഭവപ്പെടാം എന്ന് പറയുന്നത് ശരിയാണ്. പലരും ചോദിക്കുന്നത് മൈലേജ് കുറയുമ്പോൾ കൂടുതൽ ഇന്ധനം അടിക്കേണ്ടി വരില്ലേ എന്ന്. അപ്പോൾ പിന്നെ എവിടെയാണ് വിദേശ നാണ്യ ലാഭം? നമുക്കൊരു സിമ്പിൾ മാത്തമാറ്റിക്സ് ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ 100 ലിറ്റർ E20 പെട്രോൾ അടിക്കുമ്പോൾ അതിൽ 80 ലിറ്റർ പെട്രോളും 20 ലിറ്റർ എത്തനോളും ആണുള്ളത്. ഇനി നിങ്ങളുടെ വണ്ടിക്ക് 3% മൈലേജ് കുറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ പഴയ അത്രയും ദൂരം ഓടാൻ നിങ്ങൾ 103 ലിറ്റർ E20 അടിക്കണം. ഈ 103 ലിറ്ററിന്റെ യഥാർത്ഥ പെട്രോളിന്റെ അളവ് എത്രയാണ്? 103ന്റെ 80%, അതായത് വെറും 82.4 ലിറ്റർ പെട്രോൾ മാത്രം. ആലോചിച്ച് നോക്കൂ, മുമ്പ് 100 ലിറ്റർ ശുദ്ധമായ പെട്രോൾ വിദേശത്ത് നിന്നും ഇറക്കി ചെയ്യേണ്ടി വന്നിടത്ത് ഇപ്പോൾ മൈലേജ് കുറഞ്ഞിട്ട് പോലും നമ്മൾ വെറും 82.4 ലിറ്റർ പെട്രോൾ മാത്രമേ ഇറക്കുമതി ചെയ്യുന്നുള്ളൂ. ബാക്കി 17.6 ലിറ്ററും നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച എഥനോളാണ്. അപ്പോൾ ലാഭം എവിടെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? മൈലേജ് നഷ്ടം വെറും 3% ആണെങ്കിൽ രാജ്യത്തെ പെട്രോൾ ലാഭം 17%-ലധികമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ വണ്ടിയിലെ ടയർ പ്രഷർ കുറയുമ്പോഴോ ട്രാഫിക്കിൽ കിടക്കുമ്പോഴോ AC കൂടുതൽ ഇടുമ്പോഴോ ഒക്കെ ഇതിനേക്കാൾ വലിയ മൈലേജ് വ്യത്യാസം വരാറുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ വ്യത്യാസം ഓർത്ത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ കഥ എന്തായാലും ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. E20 എന്നത് തുടക്കം മാത്രമാണ്. ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ഇതിലും വലിയൊരു സാങ്കേതിക വിപ്ലവമാണ്. ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളിൽ ഏത് തരം ഇന്ധനവും അടിക്കാം. അത് E20 ആയാലും E50 ആയാലും ഇനി 100% എത്തനോൾ ആയാലും വണ്ടിയിലെ സ്മാർട്ട് ECU അത് സ്വയം തിരിച്ചറിഞ്ഞ എഞ്ചിന്റെ പ്രവർത്തനം ക്രമീകരിക്കും. ഇന്ത്യയിലും പ്രമുഖ വാഹന നിർമ്മാതാക്കൾ ഇത്തരം ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകളുടെ പരീക്ഷണങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ കരിമ്പിൻ ജ്യൂസിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന 100% തദ്ദേശീയ ഇന്ധനം ഉപയോഗിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്ന കാലം വരും. 1 ലിറ്റർ പെട്രോൾ നമ്മുടെ കൈകളിൽ എത്തണമെങ്കിൽ വിദേശത്ത് നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങണം, അതിന് ഡോളർ നൽകണം, കപ്പലിൽ കയറ്റി ഇവിടെ എത്തിക്കണം, വലിയ റിഫൈനറികൾ ശുദ്ധീകരിക്കണം. എന്നാൽ എത്തനോൾ നമ്മുടെ നാട്ടിലെ കർഷകന്റെ മണ്ണിൽ, നമ്മുടെ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഇതിനേക്കാൾ വലിയൊരു ഊർജ്ജ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ഇനി സ്വപ്നം കാണാനുണ്ടോ? അതുകൊണ്ട് പെട്രോൾ പമ്പുകളിൽ കാണുന്ന ഈ E20 ബോർഡുകൾ കണ്ട് ആരും ഭയപ്പെടേണ്ട. അത് നിങ്ങളുടെ വണ്ടിയെ തകർക്കാനൊന്നും പോലില്ല, മറിച്ച് നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുന്നതിന്റെ അടയാളമാണ്. അത് കണ്ട് അഭിമാനം തോന്നുകയാണ് വേണ്ടത്. പഴയ വാഹനങ്ങളുള്ളവർ സർവീസ് ചെയ്യുമ്പോൾ ചെറിയൊരു ജാഗ്രത പുലർത്തുക. പുതിയ വാഹനമുള്ളവർ യാതൊരു ആശങ്കയും കൂടാതെ മുന്നോട്ട് പോവുക. കാരണം ഒരു വാഹന ഉടമ എന്ന നിലയിൽ നമ്മൾ കാട്ടുന്ന ഈ ചെറിയ ജാഗ്രതയും നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനവും രാജ്യത്തിന്റെ വലിയൊരു സാമ്പത്തിക വിജയത്തിന്റെ, ലക്ഷക്കണക്കിന് കർഷകരുടെ പുഞ്ചിരിയുടെ ഭാഗമായി മാറുകയാണ്. എന്തായാലും ഈ അഭിമാന നേട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും കാണുവാൻ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.